നമസ്കാരം. ഇന്ത്യക്കിത് ചരിത്ര വിജയം. ആണവ മുങ്ങിക്കപ്പലായ INS അരിഖാത്തിൽ നിന്നും ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ K4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. വിശാഖപട്ടണത്ത് ബംഗാൾ ഉൾക്കടലിലാണ് 3500 കിലോമീറ്ററിലേറെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ പോലും അനായാസം ഭേദിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലായ K4 അഥവാ കലാം 4 വിജയകരമായി ഇന്ത്യ പരീക്ഷിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് INS അരിഹന്ത് ശ്രേണിയിൽപ്പെടുന്ന രണ്ടാമത്തെ മുങ്ങിക്കപ്പലായ INS അരിഹാത്ത് ഇന്ത്യൻ നേവിയിൽ കമ്മീഷൻ ചെയ്തത്. INS അരിഹാത്തിനെ കൂടാതെ മറ്റൊരു ആണവ മുങ്ങിക്കപ്പലായ INS അരിഹന്തും ഇന്ത്യൻ നേവിയുടെ ഭാഗമായുണ്ട്. ഈ ശ്രേണിയിൽപ്പെടുന്ന മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയായ INS അരിധാമൻ 2025 ആദ്യത്തോടെ ഇന്ത്യൻ നേവിയുടെ ഭാഗമാകുമെന്ന് കരുതപ്പെടുന്നു. K4 മിസൈൽ പരീക്ഷണം വിജയമായതോടെ കടലിനടിയിൽ ആണവ മുങ്ങിക്കപ്പലിൽ നിന്നും ആണവായുധ വാഹക ശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടാൻ ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. K4 മിസൈലിന്റെ മുൻഗാമിയായ K15 മിസൈലിന് 780 കിലോമീറ്ററിനുള്ളിൽ മാത്രമുള്ള ലക്ഷ്യങ്ങൾ മാത്രമേ ഭേദിക്കാൻ ശേഷി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ K4 മിസൈലിന് 3500 കിലോമീറ്ററിലേറെ ദൂരത്തിലുള്ള ഏത് ലക്ഷ്യവും അനായാസം ഭേദിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചൈനയുടെ മിക്ക നഗരങ്ങളും K4 മിസൈലിന്റെ റേഞ്ചിനുള്ളിൽ തന്നെയാണ് വരുന്നത്. മിസൈൽ പരീക്ഷണ വിജയത്തോടെ ചൈന ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് തക്കതായ രീതിയിൽ മറുപടി നൽകാൻ നമ്മൾക്ക് കഴിയും. K4 ബാലിസ്റ്റിക് മിസൈലിന് 12 മീറ്റർ നീളവും 1.3 മീറ്റർ വ്യാസവും ഏകദേശം 17 ടൺ ഭാരവുമുണ്ട്. സോളിഡ് റോക്കറ്റ് പ്രൊപ്പല്ലന്റിൽ പ്രവർത്തിക്കുന്ന ഈ മിസൈലിന് ഏകദേശം 2 ടൺ ഭാരമുള്ള പോർമുന വഹിച്ചുകൊണ്ട് 3500 കിലോമീറ്ററിലേറെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ സാധിക്കും. ബൂസ്റ്റ് ഗ്ലൈഡ് ഫ്ലൈറ്റിന്റെ സവിശേഷതകളുള്ള K4 മിസൈലിനെ തടുക്കാൻ ഏത് ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനത്തിനും പ്രയാസകരമാണ്. ശത്രുക്കളിൽ നിന്നും വലിയ തോതിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ K4 മിസൈൽ പരീക്ഷണ വിജയം ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷികൾക്ക് അടിവരയിടുന്നു.